everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്കറിയാം അല്ലേ, പൊളിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പൊളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ SSC എക്സാംസിനായാലും റെയിൽവേ എക്സാംസിനായാലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ത് പൊളിറ്റി അല്ലേ. നമുക്ക് പൊളിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പൊളിറ്റിയിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും നമുക്കറിയാം. നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയയുമാണ് എന്ത് പൊളിറ്റി. അപ്പോൾ പൊളിറ്റിയിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ ആർട്ടിക്കിളൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A ആർട്ടിക്കിളിൽ വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ 51AA 51AB അങ്ങനെ നമുക്ക് 11 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് അകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, ഈ 11 എണ്ണത്തിൽ 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടോ? ഇല്ല അല്ലേ. അത് പിന്നെ ഒരു അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. പിന്നെ ഒരു അമെൻമെൻ്റ് ഒക്കെ രൂപീകരിച്ച് നമ്മൾ ആഡ് ചെയ്തതാണ് എന്ത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്? നമ്മൾ റഷ്യയിൽ നിന്നാണ് അല്ലേ കടമെടുത്തത്. നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? നമ്മൾ റഷ്യയിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത് അല്ലേ. റഷ്യ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, USSR അല്ലേ. പണ്ടത്തെ USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തത്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തത്. പിന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്? ആർട്ടിക്കിൾ 51A നമ്മൾ എന്ത് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് ആർട്ടിക്കിൾ 51A. ഇനി ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്? പാർട്ട് 4A അല്ലേ. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, ആർട്ടിക്കിൾ 51A പാർട്ട് 4A എന്ത് വരുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്ത സമയത്ത് എന്തില്ലായിരുന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു അമെൻമെൻറ്റ് വഴിയാണ് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് അമെൻമെൻ്റ് ആണ്? ആ അമെൻമെൻ്റ് ആണ് 42nd അമെൻമെൻറ്റ് ആക്ട്. ഈ 42nd അമെൻമെൻറ്റ് ആക്ടിന് വേറൊരു പേരും കൂടെ പറയൂ അല്ലേ. എന്തായിരുന്നു അത്? ഈ 42nd അമെൻമെൻറ്റ് ആക്ടിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. എന്താണത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വേറൊരു പേര് പറയുന്നു. 42nd അമെൻമെൻറ്റിൻ്റെ വേറെ പേരാണ് എന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തത്? ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 42ാമത്തെ അമെൻമെൻറ്റ് എപ്പോഴായിരുന്നു? 1976 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞല്ലേ, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് മൊത്തം? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷേ നമ്മൾ 1976 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വരുന്ന സമയത്ത് നമുക്ക് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 1976 വഴി നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എപ്പോഴാണ് വന്നത്? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അതും കഴിഞ്ഞാണ് വന്നത്. 2002 അത് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആർട്ടിക്കിൾ 51A ആണെന്ന് പറഞ്ഞു, പാർട്ട് 4A ആണെന്ന് പറഞ്ഞു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണെന്ന് പറഞ്ഞു. ആ 42ാമത്തെ അമെൻമെൻറ്റിൻ്റെ വർഷം 1976 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമെൻമെൻറ്റ് വഴി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കിട്ടി? നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കിട്ടി. അപ്പോൾ ഇനി 11ാമത്തത് എപ്പോഴായിരുന്നു? 2002 2002 86ാമത്തെ അമെൻമെൻറ്റ് വഴിയായിരുന്നു നമ്മൾ എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൊണ്ടുവന്നത്. ഇൻ 2002 one more fundamental duty was added by the 86th constitutional amendment അല്ലേ. 86ാമത്തെ
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി നമ്മൾ എന്ത് കൊണ്ടുവന്നു? നമ്മുടെ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൊണ്ടുവന്നു. ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എപ്പോഴായിരുന്നു? 2002 ഇനി അപ്പോൾ നമുക്ക് മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസായി? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസായി. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ലായിരുന്നു? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. അതിനുശേഷം 42ാമത്തെ അമെൻമെൻറ്റ് 1976 നമ്മൾ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നു. അതും കഴിഞ്ഞ് 2002 86ാമത്തെ അമെൻമെൻറ്റ് വഴി നമ്മൾ എന്തുകൂടി കൊണ്ടുവന്നു? ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഇതൊക്കെ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ റഷ്യ അല്ലെങ്കിൽ USSRൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തത്. ആർട്ടിക്കിൾ 51A ആണ്, പാർട്ട് 4A ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 42nd അമെൻമെൻറ്റ് നമ്മൾ വേറൊരു പേര് കൂടെ പറയും. അതെന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെയാണെന്ത്? 51AA അല്ലേ? 51AA. 51AAയിൽ എന്താണ് പറയുന്നത്? To abide by the Constitution and respect its ideals and institutions, the national flag and the national anthem. അതായത് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിൻ്റെ ഐഡിയൽസിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, നമ്മുടെ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബഹുമാനിക്കണം. നമ്മുടെ ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇതാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 51AA പറയുന്നത്. നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും അതിൻ്റെ ഐഡിയൽസിനെയും റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബഹുമാനിക്കണം. നമ്മുടെ ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയൊക്കെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത്? 51AA. അപ്പോൾ 51AB എന്താണെന്ന് നോക്കൂ. To cherish and follow the noble ideals which inspired our national struggle for freedom. അതായത് നമുക്കറിയാം അല്ലേ, നമ്മുടെ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ലഭിച്ചതാണ് എന്ത്? നമ്മുടെ ഫ്രീഡം. അപ്പോൾ ആ ഫ്രീഡത്തിൻ്റെ ഐഡിയൽസ്, അതുപോലെ തന്നെ വ്യക്തികൾ, നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം. നമ്മൾ അഹിംസ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം. നമുക്കറിയാം അല്ലേ, അഹിംസ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ മെയിനായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്ത്? അഹിംസ അല്ലേ, വയലൻസ് ഇല്ലാതെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള കാര്യം, അഹിംസ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്വാതന്ത്ര്യ സേനാനികളുണ്ട്, അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണേത്? 51AB. ഇനി 51AC എന്താണെന്ന് നോക്കൂ. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി, ഐക്യം എന്നിവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ യൂണിറ്റി, നമ്മുടെ ഇൻറ്റഗ്രിറ്റി, സോവറിനിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സാഹോദര്യമൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇനി 51AD. 51AD എന്താണെന്ന് നോക്കൂ. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലോ നമ്മൾ രാജ്യസേവനത്തിന് ഇറങ്ങണം അല്ലേ, നാഷണൽ സർവീസിന് നമ്മൾ ഇറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയെ ഡിഫെൻഡ് ചെയ്യാനാണെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ. അത് പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ ഒക്കെ മാത്രം ഉത്തരവാദിത്തമാണോ? അല്ല, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത്? 51AD. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൺട്രിയെ ഡിഫെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നാഷണൽ സർവീസസിൽ പങ്കാളിയാവാനും അല്ലേ, നാഷണൽ സർവീസസിൽ പങ്കെടുക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇതാണ് 51AE. എന്താ പറയുന്നത് നോക്കാം. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ട്രാൻസെൻഡിങ് religious, linguistic and regional or sectional diversities, to renounce practices derogatory to the dignity of woman. എന്താണ് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അല്ലേ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത ലാംഗ്വേജ് സംസാരിക്കുന്ന അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിലീജിയസ് പരമായിട്ടല്ലാതെ ലിംഗ്വിസ്റ്റിക് കാര്യങ്ങൾ നോക്കാതെ അങ്ങനെ, അതായത്
നമ്മുടെ സംസാരിക്കുന്ന ഭാഷയോ നമ്മൾ ഉള്ള റിലീജിയനോ നമ്മൾ റേസോ കാസ്റ്റോ സെക്സോ ഒന്നും നോക്കാതെ നമ്മൾ എന്ത് കാത്തു സൂക്ഷിക്കണം? നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കാസ്റ്റ്, സെക്സ്, റിലീജിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ, ഭാഷയൊന്നും നോക്കാതെ നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിക്കിളാണേത് 51A എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. 51AF ആണ്. എന്താണ് പറയുന്നത്? ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. നമുക്കറിയാലേ, നമുക്ക് നല്ലൊരു റിച്ച് ഹെറിറ്റേജ്, അതുപോലെ നമുക്ക് നല്ലൊരു സംസ്കാരമുണ്ട് അല്ലേ, നമ്മുടെ രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കണം, അതിൻ്റെ ഹെറിറ്റേജ്, റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് 51AF എന്ന് പറയുന്നത്. ഇനി 51AG എന്താണെന്ന് നോക്കൂ. To promote and improve the natural environment, including forest, lake, rivers and wildlife, and to have compassion for living creatures. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. പ്രകൃതിയെ മാത്രമല്ല, നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് എന്ത്, വൈൽഡ് ലൈഫ് അല്ലേ. നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ റിവേഴ്സ്, ലേക്സ്, ഫോറസ്റ്റ് ഇതിനൊന്നും നമ്മൾ കേടുപാടുകളില്ലാതെ സൂക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത് 51AG എന്ന് പറയുന്നത്. ഇനി 51AH എന്താണെന്ന് നോക്കൂ. To develop the scientific temper, humanism and the spirit of inquiry and reform. നമുക്ക് എപ്പോഴും ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ഹ്യൂമാനിസം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ ഒരുപാട് പോവാതെ, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത് 51AH എന്ന് പറയുന്നത്. ഇനി 51AI എന്താണെന്ന് നോക്കൂ. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജർവ് വയലൻസ് അല്ലേ. നമ്മൾ വയലൻസിലോട്ടൊന്നും പോവാതെ, അക്രമങ്ങൾക്കൊന്നും പോവാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടികളൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് 51AI എന്ന് പറയുന്നത്. നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടികളൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 51AI എന്ന് പറയുന്നത്. ഇനി 51AJ ആണ്. To strive towards excellence in all spheres of individual and collective activity, so that the nation constantly rises to higher levels of endeavor and achievement. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂട്ടായി എന്തൊക്കെ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒറ്റയ്ക്കോ കൂട്ടായോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 51AJ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ ഉറപ്പുവരുത്തണം. ആ പുരോഗതി നമുക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം മാക്സിമം പുരോഗതിയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇനി 51AK നോക്കാം. ഇതാണ് നമ്മൾ അവസാനം ആഡ് ചെയ്ത അമെൻമെൻ്റ് അല്ലേ. ഏതിലൂടെ ആഡ് ചെയ്തത്? 86ാമത്തെ അമെൻമെൻറ്റ് വഴി നമ്മൾ ആഡ് ചെയ്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത് ഈ 51AK എന്ന് പറയുന്നത്, നമ്മുടെ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ഇത് ഏത് വർഷമായിരുന്നു? 86th അമെൻമെൻറ്റ് ഏത് വർഷമായിരുന്നു? 2002 അല്ലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് നോക്കൂ. Who is a parent or guardian to provide opportunities for education to his child, or as the case may be, what between the age of 6 and 14 years. അതായത് നമ്മളൊരു 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവോ അല്ലെങ്കിൽ ഗാർഡിയനോ ആണെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധമായും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഏത് 51AK എന്ന് പറയുന്നത്. നമ്മളൊരു 6 വയസ്സോ 14 വയസ്സോ ഉള്ള കുട്ടിയുടെ രക്ഷിതാവോ ഗാർഡിയനോ ആണെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധമായും നമ്മൾ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AK എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്താലോ? ഒന്നുകൂടി ശ്രദ്ധിക്കൂ, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്തിട്ടില്ല, പിന്നെ ഒരു അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത്. ആ അമെൻമെൻ്റ് ആണ് ഇത് 42nd അമെൻമെൻറ്റ് 1976 ആണ്. അതുപോലെ തന്നെ അതിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഏത് ആർട്ടിക്കിളിലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്? ആർട്ടിക്കിൾ 51A പാർട്ട് 4A. അതുപോലെ തന്നെ നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്.
42nd അമെൻമെൻറ്റ് വഴി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം നമ്മൾ 86th അമെൻമെൻറ്റ് 2002 വഴി നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് മൊത്തം എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇനി ഓരോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ 51A പ്രകാരം എന്താ പറയുന്നത്? നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 51A എന്ന് പറയുന്നത്. ഇനി 51AB എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളിലൂടെയാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ എല്ലാ ഐഡിയാസിനെയും അല്ലെങ്കിൽ ഐഡിയൽസിനെയും നമ്മൾ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. ഇനി 51AC എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, ഇൻറ്റഗ്രിറ്റി, സോവറിനിറ്റി ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒക്കെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് എന്ത് 51AC എന്ന് പറയുന്നത്. ഇനി 51AD എന്താണ്? നമുക്ക് ആവശ്യമുള്ള കൺട്രിക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കൺട്രിയെ ഡിഫെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നാഷണൽ സർവീസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് എന്ത് 51AD എന്ന് പറയുന്നത്. ഇനി 51AE എന്താണ്? നമ്മൾ മതമോ ജാതിയോ വർഗമോ അല്ലെങ്കിൽ ജെൻഡറോ ഇങ്ങനെയുള്ള ഭാഷയോ ഒന്നും നോക്കാതെ നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് 51AE എന്ന് പറയുന്നത്. ഇനി 51AF എന്താണ്? നമ്മൾ നമ്മുടെ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AF എന്ന് പറയുന്നത്. ഇനി 51AG എന്താണ്? നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഫോറസ്റ്റ്, ലേക്ക്, റിവർ, വൈൽഡ് ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AG എന്ന് പറയുന്നത്. ഇനി 51AH എന്താണ്? നമുക്ക് എപ്പോഴും ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ഹ്യൂമാനിസം ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AH എന്ന് പറയുന്നത്. ഇനി 51AI എന്താണ്? നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കണം. അതുപോലെ തന്നെ വയലൻസ്, അക്രമങ്ങളിലോട്ട് പോവരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AI എന്ന് പറയുന്നത്. ഇനി 51AJ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റയ്ക്കോ കൂട്ടായോ എപ്പോഴും പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത് 51AJ എന്ന് പറയുന്നത്. ഇനി 51AK ആണ് എന്ത്? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഏത് വഴിയാണ് ആഡ് ചെയ്തത്? 86ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. ഈ 86ാമത്തെ അമെൻമെൻറ്റ് എപ്പോഴാണ്? 2002 ഇതിലെന്താണ് പറയുന്നത്? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടിയുടെ രക്ഷിതാവോ ഗാർഡിയനോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിയെ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് 51AK എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്